ഹായ്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്യുന്ന വർക്കൗട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 60 വയസ്സിന് മുകളിലെന്ന് പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് നല്ല, മറ്റുള്ളവർക്കും നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ പെട്ടെന്ന് മറ്റുള്ളവരെ കണക്ക് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും അല്ല, ചിലർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവ്മെൻറ്റ്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കൃത്യമായിട്ടുള്ള ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം എന്തെന്നുള്ളത് നിങ്ങൾ ചെയ്തതിന് ശേഷം വന്ന് കമൻറ്റ് ഇട്ട് പറയണം കേട്ടോ. ഒരു മാസം ചെയ്താൽ പോരാ, ഇത് നിങ്ങൾക്ക് എത്ര നാൾ പറ്റുമോ അത്രയും നാൾ ദിവസവും ചെയ്ത് പോയിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സൂംബല മൂവ്മെൻറ്റ്സാണ് ഇതിലെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ സൂംബ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഈസിയാണ് ചെയ്യാനും, മാത്രമല്ല ഈസി മൂവ്മെൻറ്റ്സാണ്, അത്രത്തോളം എഫക്റ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം കാല് ഇതേ കണക്കൊന്ന് ഓക്കെ. ഇതിൻ്റെ കൂടെ നമ്മൾ കൈ എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് കാലൊന്നിങ്ങനെ കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഓരോന്ന് ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വെച്ചെങ്കിലും, അതായത് 20 30 ഉറപ്പായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് എനിക്ക് അതിൻ്റെ കൂടെ നമുക്ക് കൈയും കൂടെ എടുക്കാം. കണ്ടോ, ഇത് ഇങ്ങനെ കണ്ടോ. അപ്പോൾ കാല് ദൂരേക്ക് കൊടുക്കുമ്പോഴാണ് കൈ ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കുന്നുണ്ടോ. ഇതേ കണക്ക് അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇത് എത്രത്തോളം എഫക്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളപ്പോൾ. ഇത് നമുക്കൊരു 30 ഫസ്റ്റ് ഒരു 30 എടുക്കാം, ഒരു കുഴപ്പമില്ല. 30 മെല്ലെ നിങ്ങൾക്ക് 50 അതായത് എല്ലാ ദിവസവും ചെയ്തു വരും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കൈ ഇത്രത്തോളം പൊക്കാൻ പറ്റുന്നില്ല, ഇത്രയേ പറ്റുന്നുള്ളെങ്കിൽ അങ്ങനെ വെച്ച് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എപ്പോഴും നമ്മൾ പറ്റുന്ന രീതിയിൽ വേണം ഏത് വർക്കൗട്ടും ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പണി വാങ്ങാൻ നിൽക്കേണ്ട. നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ തുടങ്ങിക്കോളാം. നമ്മളെ ബോഡിക്കുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച്, അതായത് ബോഡി ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് നമുക്ക് മറ്റുള്ളവർ ചെയ്യും പോലെ കുറച്ചുകൂടെ കൈ പൊക്കാനൊക്കെ പറ്റും. മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ കുറേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം പൊക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രത്തോളം ജോയിൻറ്റ് കൈ കൊണ്ട് മുട്ടിക്കാൻ പറ്റില്ല, വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് നല്ല സ്ട്രെച്ചിങ് ഈ ഭാഗം കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മളുടെ ഫാറ്റ് നന്നായിട്ട് പോകും കേട്ടോ. ഫുള്ള് സ്ട്രെച്ചിങ് മുടി. പിന്നെ കൈക്ക് പ്രശ്നമുള്ളവരാണ് ഒരുപാട് പേര്, ഷോൾഡർ പ്രശ്നമുള്ളവരാണ്, കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കോളും. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ സൂംബയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഓരോന്ന് പാട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ടങ്ങ് ചെയ്തോളൂ. അതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് അതിന്. നെക്സ്റ്റ് വരുന്ന കാലിങ്ങനെ പുറകിലേക്ക്, ഇപ്പം നമ്മൾ സൈഡിലേക്ക് എടുത്ത കാല് നേരെ പുറകിലേക്ക്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൈയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാല് പുറകിലേക്ക് എടുക്കുമ്പോൾ കൈ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കണ്ടോ. എന്നിട്ട് കാല് തിരിച്ചെടുക്കുമ്പോൾ കയ്യിൽ താഴേക്ക് വെക്കുക കേട്ടോ. ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെ ബോഡിയിൽ ഇത് ഏതൊക്കെ രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. എല്ലാം നമ്മളിങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമുക്കിത് എന്തായാലും സിമ്പിൾ അങ്ങനെ തോന്നും. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഭാഗം നല്ല രീതിയിൽ സ്ട്രെച്ചിങ് കിട്ടും. പിന്നെ ബാക്ക് പോർഷനൊക്കെ ഉള്ള നമ്മളെ ബാക്കിന് ഇവിടെയൊക്കെ നല്ല ഷേപ്പാവും, ബോഡി നല്ല ഷേപ്പായിക്കോളും. എന്ന് വെച്ചിട്ട് ഭയങ്കര തടിയുള്ള ഒരാളിന് ഒരു മാസം കൊണ്ട് ഷേപ്പാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയൂല. നമ്മൾ എത്രത്തോളം വർക്കൗട്ട് കൊടുത്തു നമുക്ക് ഷേപ്പ് ആവുന്നോ ഇല്ലയോ അതൊന്നും നോക്കാം. നമ്മൾ ഹെൽത്തി ബോഡി, ഹെൽത്തായിട്ടിരിക്കുക, അതാണ് ഏറ്റവും ഒരു മനുഷ്യന് ആവശ്യം. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത് 100% ഉറപ്പാണ്. ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് റിസൾട്ടൊന്നും കിട്ടില്ല. ഒരു മാസം ചെയ്ത് പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് മാറ്റി വയ്ക്കുന്നവർക്കൊന്നും ഒരു റിസൾട്ടും കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേയിരിക്കുക, റിസൾട്ട് 100% കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് കാല് നമ്മൾ മുന്നിലേക്ക് ക്രോസിനാണ് കൊടുക്കുന്നത്. ഇത് കണക്കുണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കൈയും കൂടെ ഒന്ന് എടുക്കാം കേട്ടോ. കൈയും കാലും ക്രോസാണ് വരുന്നത്, ഇങ്ങനെ കണ്ടോ. കാല് ക്രോസ് കൊടുക്കുന്ന പോലെ തന്നെയാണ് കൈ ക്രോസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ബോഡിക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാനീ പറഞ്ഞതിനൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ആദ്യം. ഓക്കെ, ഇത് നമ്മൾ ഈ പറയുന്നതൊക്കെ 60 വയസ്സിന് മുകളിലവർക്ക് വളരെ ഈസിയായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഈ സൂംബ മൂവ്മെൻറ്റ്സ് യൂസ് ആക്കിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെയിം കാല് പുറകിലേക്കാണ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കൈയും കൂടെ യൂസാക്കി ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാല് മാത്രം ഒന്ന് ഉപയോഗിക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് മെല്ലെ കൈയും കൂടെ എടുത്ത് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈ നമ്മൾ എടുത്ത് മുറുക്കി പിടിക്കുക, കാല് പുറകിലേക്ക് പോകുമ്പോൾ കൈയും അതേ കണക്ക് പുറകിലേക്ക് പോകുക കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ബോഡി ഫുള്ളായിട്ട് വർക്ക് ആയിക്കോളും. നമ്മുടെ ഷോൾഡർ ആയിക്കോട്ടെ, നമ്മുടെ കൈയുടെ ഭാഗമായിക്കോട്ടെ, കാലായിക്കോട്ടെ, നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗമായിക്കോട്ടെ, അങ്ങനെ ഫുള്ള് നല്ല രീതിയിൽ വർക്കാവും കേട്ടോ. അത് നമുക്കറിയാലോ എല്ലാവർക്കും ഈ കാല് കഴുപ്പ് പെരുപ്പൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള വർക്കൗട്ടിലൊക്കെ കൊടുത്ത് നമ്മളെ ബോഡി ഹെൽത്തി ആക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ.
ഇത് കണക്ക് ഞാൻ വളരെ കുറച്ചതിൽ കാണിക്കുന്നുള്ളൂ, കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചെയ്യണമെന്നല്ല, ഒരു 30 വെച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിനെക്കാട്ടി സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൈ ഇത് കണക്കൊന്ന് നമ്മൾ മുറുക്കി പിടിക്കുക കേട്ടോ. മുറുക്കി പിടിച്ചിട്ട് കൈ നേരെ മുകളിലേക്ക് മുന്നോട്ട് നീക്കിയിട്ട് ഇത് കണക്ക് ഇങ്ങനെ സൈഡിലേക്ക് എടുക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ, നമ്മുടെ അരയുടെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അത് തന്നെയാണ് അതിന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ പുറകിലേക്ക്, അതായത് നമ്മുടെ സൈഡ് ഭാഗത്തേക്ക് നമുക്ക്, പിന്നെ കാൽ നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട്. കാലും കൂടെ ഇങ്ങനെ തിരിക്കാനും മറിക്കാനും നോക്കണ്ട. കാല് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതി തന്നെ ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലത് കേട്ടോ. ഇത് കണ്ട ഈ നേരെ സൈഡിൽ അങ്ങ് പുറകിലേക്ക് പോകും കൈ ഇങ്ങനെ, കാലിങ്ങനെ തിരിക്കാനും നിൽക്കേണ്ട. പിന്നെ നമ്മൾ ഷോൾഡറൊക്കെ ഉണ്ടല്ലോ, ഷോൾഡറൊക്കെ നല്ല രീതിയിൽ വർക്കാവും. അതായത് നമ്മളിങ്ങനെ മുന്നോട്ടും പുറകോട്ടൊക്കെ ആക്കുന്നത് നമ്മൾ പണ്ട് അമ്മിയിലൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ കൈ മുന്നോട്ടും പുറകിലേക്ക് എടുക്കുന്നില്ലേ, അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഫുൾ ടൈം കൈ വർക്കാവുന്നുണ്ട്, ഷോൾഡർ വർക്കാവുന്നുണ്ട്, അവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ സെയിം ആ ഒരു പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ കൈ ഒന്ന് മലർത്തി പിടിക്കുന്നതേ ഉള്ളൂ. ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെയാണ്. നമ്മളിത് ഇങ്ങനെ കൈ ഇങ്ങനെ മുന്നോട്ടും പുറകിലേക്ക്, ഇത് നമ്മൾ ഓരോ കൈയായിട്ട് എടുക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുമ്പോൾ, ഈ അമ്മിയിലൊക്കെ അരയ്ക്കുന്ന എന്തുകൊണ്ട് ഉപയോഗം. അപ്പോൾ ചെയ്തിട്ടൊക്കെ അഭിപ്രായം പറയുക കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വയറ് കുറയ്ക്കുന്നൊരു സിമ്പിൾ വീഡിയോ ഇട്ടുന്നു കേട്ടോ. അതിന് ഒത്തിരി സപ്പോർട്ട് കിട്ടിയപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചാനൽ അതിലേക്കാണ് സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ.